മണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാണ് ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ളത് 1 മണിക്കൂർ. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അണ്ടി മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ടും പിന്നെ ചിക്കനിലേക്കും കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. ഇനി ഇവിടെ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂറാണ് അരി കുതിർക്കാൻ വേണ്ടി വെക്കുക. ഓവർ ടൈം വരെ വെക്കരുത്. ഞാൻ ഇവിടെ ജീരകശാരി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലുണ്ട്, അതാണ് കേട്ടോ ഈ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം ഉള്ളി. അതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ബാക്കി തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോണത് തക്കാളിയാണ്. ഞാനൊരു അത്യാവശ്യം വലിയൊരു തക്കാളിയാട്ടോ എടുത്തിട്ടുള്ളത്. ആകെ ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായി തക്കാളി വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. ഗരം മസാലപ്പൊടി നമുക്ക് ടോട്ടൽ 1 സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1/2 സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് 1/2 സ്പൂണും കൂടി ഉപയോഗിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് അതിൽ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൽ അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോണത് ചിക്കൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. ഓരോ പീസ് ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫുള്ള് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്, കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. ചിക്കനിലത്തെ വെള്ളം തന്നെ അത്യാവശ്യം ഇറങ്ങും. അപ്പോൾ വെള്ളം തീരെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ വേറെ പാത്രത്തിൽ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകവും ആവശ്യത്തിനുള്ള നെയ്യും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൂടുതലായിട്ട് ഇട്ട് കുത്തി ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് അടി മുതലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കട്ടോ. തീ ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ തീ വെച്ച് കൊടുക്കേണ്ടത്. അത് ഒന്ന് വെന്തതിന് ശേഷമാണ് ലോ ആക്കി കൊടുക്കേണ്ടത്. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ചോറ് ഏകദേശം 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുള്ളൂ. അപ്പോൾ അത് നല്ല തീ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കൻ്റെ പീസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗരം മസാലപ്പൊടി 1/2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ 1/2 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. മൂടി വെക്കണം. ചോറ് തീരെ ചൂട് പോവരുത്. നമുക്ക് ദമ്മിടുന്ന സമയത്ത് ചോറ് നല്ല ചൂട് വേണം.
ചിക്കനിലേക്ക് നേരത്തെ ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ നിന്ന് വിട്ടുപോയി, അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ല ആദ്യം മേലെ ഗാർണിഷിന് വേണ്ടിയിട്ട്, ആ ഒരു ഉള്ളി കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, ഗരം മസാലപ്പൊടി ചേർക്കുന്നതിന് മുന്നേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ തുടങ്ങാം കേട്ടോ. ദമ്മിടുമ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത്യാവശ്യം ചിക്കനിൽ വെള്ളം നിൽക്കണം കേട്ടോ. വെള്ളം നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കണം, എന്നാലാണ് ലാസ്റ്റ് നമുക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിയും മുന്തിരിയും പിന്നെ സവാള ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ഇട്ടിട്ട് വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.